ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ എക്സലിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഈ ക്ലാസ് എന്താ ചെറിയൊരു ക്ലാസ്സാണ്. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. എക്സലിൽ ഇപ്പം പ്രാക്ടിക്കൽ നോളജാണ് കൂടുതൽ നമുക്ക് വേണ്ടത്. അപ്പം മെയിനായിട്ട് സ്ക്രീൻ പ്രസൻറ്റേഷൻ ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ നിങ്ങൾക്ക് തരും ആദ്യം. അത് കഴിഞ്ഞായിരിക്കും സ്ക്രീനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഒരു വർക്ക് ബുക്ക്, അതായത് ഒരു വർക്ക് ഷീറ്റ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അതായത് ഒരു പുതിയ വർക്ക് ബുക്ക് എങ്ങനെയാണ് എടുക്കുന്നത്, അത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റ് ഫയൽ, അതായത് ഒരു ടെക്സ്റ്റ് ഡോക്യുമെന്റ് നമ്മൾ പുറത്തൊരു ടെക്സ്റ്റ് ഫയലായിട്ട് ടെക്സ്റ്റ് ഡോക്യുമെന്റ് നമുക്കുണ്ട്, അതായത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ആ ഫയൽ നമ്മൾ എക്സലിലേക്ക് എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സലിലേക്ക് എങ്ങനെയാണ് അത് കൊണ്ടുവരുന്നത്. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രീനിലേക്ക് പോയിട്ട് നമുക്ക് കാണാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ സ്ക്രീനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സ്ക്രീനിലേക്ക് വന്നേക്കാണ്. അപ്പം നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? ആദ്യമേ ഒരു എക്സൽ വർക്ക് ബുക്കിലേക്ക് നമ്മൾ എങ്ങനെയാണ് പുതിയ ഷീറ്റ് ആഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യം എന്താ എക്സൽ ഹോം ഇൻ്റർഫേസ് ഇതാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എക്സൽ ഞാൻ ഓപ്പൺ ചെയ്തു. ബ്ലാങ്ക് വർക്ക് ബുക്ക് ആദ്യം ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, ബ്ലാങ്ക് വർക്ക് ബുക്ക് കിട്ടും അല്ലേ. അപ്പം ഇത് ആഡ് ചെയ്യാനുള്ള കുറച്ച് വ്യത്യസ്തമായ മെത്തേഡ്സ് ഉണ്ട്. അപ്പം ആദ്യമേ തന്നെ ആദ്യത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. കണ്ടോ ദേ പുതിയൊരു ഷീറ്റ് ആഡായി. കണ്ടോ, ഷീറ്റ് 2 എന്ന് പറഞ്ഞു വന്നുണ്ടോ? കണ്ടോ, അതൊരു മെത്തേഡ്. പിന്നെന്താ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഷീറ്റ് 1 അല്ലെങ്കിൽ ഷീറ്റ് 2 ഏതായിക്കോട്ടെ. ഇപ്പോൾ ഇത് ഞാൻ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്താ ഇൻസേർട്ട് കൊടുക്കുക. ഇൻസേർട്ട് കൊടുക്കുമ്പം ദേ വർക്ക് ഷീറ്റ് സെലക്ട് ആയി കിടക്കുന്നുണ്ടോ? ഓക്കെ കൊടുക്കുക. ദേ അടുത്ത വർക്ക് ഷീറ്റ് 3 കണ്ടോ, വർക്ക് ഷീറ്റിൽ 3 വന്നുണ്ടോ? പിന്നെ അടുത്ത മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇപ്പം 2 മെത്തേഡ് പഠിച്ചില്ലേ ഇപ്പം നമ്മൾ. ഇനി അടുത്ത മെത്തേഡ് എന്താ പറയുക, ഹോം ടാബിൽ, അതായത് ഈ ഹോം ടാബിൽ നിങ്ങൾ ഇൻസേർട്ട് കാണാം. നിങ്ങൾക്ക് എവിടെയാ ഇവിടെ ഇൻസേർട്ട് കണ്ടോ? ഇൻസേർട്ടിനകത്ത് ഇൻസേർട്ട് ഷീറ്റ്സ് കണ്ടോ? ഇൻസേർട്ട് ഷീറ്റ് കണ്ടോ? ഷീറ്റ് 4 വന്നുണ്ടോ? ഷീറ്റ് 4. അപ്പം 3 മെത്തേഡ് നമ്മൾ പഠിച്ചു. ഒന്നെന്താ, ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഷീറ്റ് ഓപ്പൺ ആയി, പക്ഷേ അടുത്ത ഷീറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് പഠിച്ചു. പിന്നെന്താ, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതായത് ഇപ്പം എവിടെയാണോ ഇത് ഏതെങ്കിലും ഷീറ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇൻസേർട്ട് കൊടുക്കുക. അപ്പം വർക്ക് ഷീറ്റ് ഓൾറെഡി ഇവിടെ സെലക്റ്റഡ് ആണ്. അപ്പം വർക്ക് ഷീറ്റ് സെലക്റ്റഡ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ കൊടുത്താൽ മതി, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഷീറ്റ് വന്നു. അത് പിന്നെന്താ, ഇവിടെ ഹോമിൽ, അതായത് ഇതാണ് റിബൺ, അറിയാലോ, ഇതാണ് റിബൺ. ഈ ഒരു പോർഷൻ കണ്ടോ, ഇതാണ് റിബൺ. ഈ റിബണിനകത്ത് ഹോമിനകത്ത് ഇത് ഇൻസേർട്ട്, പേജ് ലേഔട്ട്, അതുപോലെ ഹോമിനകത്ത് ഇൻസേർട്ടിനകത്ത് ഇൻസേർട്ട് ഷീറ്റ് കൊടുക്കുക. അപ്പോഴും ദേ ഒരെണ്ണം ആഡായി. ഇപ്പോൾ 7 ഷീറ്റ് മൊത്തം ആഡായി. ഇന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിലോ ജസ്റ്റ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ്. കണ്ടോ, ഡിലീറ്റ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഇതൊക്കെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഞാൻ എല്ലാവർക്കും ഇത് പഠിക്കണമല്ലോ. ഇപ്പോൾ ഒന്നും അറിയാൻ മേലാത്ത ഒരാളും ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവർക്കും ഉപയോഗപ്രദമാണല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഇതെല്ലാം ബേസ് തൊട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഷീറ്റ് ഏത് ഷീറ്റാണോ വേണ്ടത് ആ ഷീറ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി വർക്ക് ഷീറ്റ് ആണെങ്കിൽ നമുക്കൊരു ഷോർട്ട് കട്ട് കീ ഉണ്ട്. ഷോർട്ട് കട്ട് കീ എന്താ? ഷിഫ്റ്റ്, അതായത് നമ്മുടെ കീബോർഡിനകത്തെ ഷിഫ്റ്റ് കീ ഉണ്ട്. ഏത് കീയാ? ഷിഫ്റ്റ് കീ. ഓക്കെ, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുക, പ്ലസ് F11. ഷിഫ്റ്റ് കീ പ്ലസ് F11 ആണ് ആദ്യത്തെ ഷോർട്ട് കട്ട്. അപ്പം ഞാൻ പ്രസ് ചെയ്ത് കാണിച്ചു തരാം. ഷിഫ്റ്റ് ഞാൻ പ്രസ് ചെയ്തു, F11 പ്രസ് ചെയ്തു. കണ്ടോ, താഴെ വന്നുണ്ടോ? ഒന്നുകൂടെ പ്രസ് ചെയ്ത് കാണിക്കും. താഴെ നിങ്ങൾ ഇതിവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഇതിവിടെ ശ്രദ്ധിക്കണേ, ഇതിവിടെ. അപ്പം ഇവിടെ പുതിയ ഷീറ്റ് വരുന്നതാണ്. ഷിഫ്റ്റ് കീ പ്ലസ് F11 കണ്ടോ, ഷിഫ്റ്റ് കീ പ്ലസ് F11 പുതിയ ഷീറ്റ് വന്നുണ്ടോ? ഓക്കെ, അതൊരു ഷോർട്ട് കട്ട് കീ ആണ്. പിന്നെ വേറൊരു ഷോർട്ട് കട്ട് കീ കൂടെ ഞാൻ പറഞ്ഞുതരാം. വേറെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുമ്പം നമുക്ക് എന്താ,
ഷിഫ്റ്റ് വെച്ച് തന്നെയുള്ള കീ ആണ് മെയിനായിട്ട്. ഒത്തിരി ഷോർട്ട് കട്ട് കീ ഉണ്ട് ഇതിന് തന്നെ. ഇപ്പം വർക്ക്ഷീറ്റ് ആഡ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് പല ഷോർട്ട് കട്ട് കീ ഉണ്ട്. പക്ഷെ നമ്മൾ എല്ലാ ഷോർട്ട് കട്ട് കീസും ഓർത്തിരിക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. ആക്ച്വലി എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാം കൂടെ പഠിച്ചിരിക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. അപ്പം നിങ്ങൾ സിമ്പിളായിട്ട് F11, അതായത് F11 അല്ല, ഷിഫ്റ്റ് പ്ലസ് F11 അടിച്ചപ്പോൾ ഷിഫ്റ്റ് പ്ലസ് F11 അടിച്ചപ്പോൾ ഇവിടെ ഓൾറെഡി ഷീറ്റ് ക്രിയേറ്റ് ആയി. ഇനി വേറൊരു ഷോർട്ട് കട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ട് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് F1 കണ്ടോ, ക്രിയേറ്റ് ആയ കണ്ടോ, ഓൾട്ട് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് F1 കണ്ടോ, താഴെ ക്രിയേറ്റ് ആകുന്നുണ്ടോ. 9, 10 ഷീറ്റ് നമ്മളിപ്പോൾ 11, 12 ഷീറ്റ് വരെ 13 ഷീറ്റ് വരെ ആയി. അപ്പം ഓൾട്ട് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് F1 ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും കിട്ടും പുതിയ വർക്ക്ഷീറ്റ്. ഓക്കെ, പിന്നെ നമുക്ക് വേറൊരു എളുപ്പമുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഏതെങ്കിലും ഒരു ഷീറ്റ്, ഇപ്പം ഞാൻ ഇത് കുറേ ആയതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുവാണേ, കുറച്ച് കൂടുതലായതുകൊണ്ട് ഡിലീറ്റ് ഓക്കെ, ഇത്ര മതി. അപ്പോൾ ഇനി നമുക്ക് ഒരു മെത്തേഡ് കൂടെ പഠിക്കാം. അതായത് കൺട്രോൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഏതെങ്കിലും ഒരു ഷീറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മുകളിലൊരു ആരോ കണ്ടോ, ഈ ആരോ ഇപ്പുറത്തേക്ക് വന്നില്ലേ, എന്നിട്ട് വിടുക. കണ്ടോ, വിട്ടപ്പോൾ എന്ത് പറ്റി, ഷീറ്റ് പുതിയത് ക്രിയേറ്റ് ചെയ്തു. കണ്ടോ, പുതിയ ഷീറ്റ് വന്നുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള വഴികൾ. അതായത് ഇപ്പം നമ്മൾ 5-6 മെത്തേഡ് പഠിച്ചു ഷീറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്, ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻ്റ്. ഇപ്പം എങ്ങനെയാണ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഇനി ടെക്സ്റ്റ് ഡോക്യുമെൻ്റ്, അതായത് ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എങ്ങനെയാണ് നിങ്ങൾ ഇതിലേക്ക്, അതായത് എക്സലിലേക്ക് ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എങ്ങനെയാണ് നമ്മൾ ഡ്രാഗ് ചെയ്തോ അല്ലെങ്കിൽ അല്ലാതെ കോപ്പി പേസ്റ്റ് ചെയ്തോ എങ്ങനെയാണ് ഒരു ഇമ്പോർട്ട് ചെയ്യേണ്ടത്, അതായത് ഒരു ടെക്സ്റ്റ് ഫയൽ നമ്മൾ എക്സലിലേക്ക് എങ്ങനെ കൊണ്ടുവരും, അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ 2 ഡാറ്റാസ് കണ്ടോ, ഇതൊരു ഡാറ്റയാണ്, ഞാൻ ടെക്സ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടതാണ്. 1 സെക്കൻഡ്. ഓക്കെ, 2 ഡാറ്റാസ് ഉണ്ട്. അപ്പോൾ ഒരു ഡാറ്റ ഞാനിപ്പം ക്ലിക്ക് ചെയ്ത് കാണാം, ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, നോട്ട് പാഡിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആയിട്ട് കിടക്കുന്ന 2 ഫയൽസ്, ഡാറ്റ 1, ഡാറ്റ 2 എന്ന് ഞാൻ നെയിം ചെയ്ത് ഇട്ടിരിക്കുകയാണ്. കണ്ടോ, ഇത് നിങ്ങൾക്ക് എക്സലിലേക്ക് കൊണ്ടുവരണം. അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് എക്സൽ എടുക്കുക. എടുത്തിട്ട് നിങ്ങൾക്ക് ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്തിട്ടു, ഇങ്ങനെ ഇട്ടു, എൻ്റെ എളുപ്പത്തിന് വേണ്ടി ഡ്രാഗ് ചെയ്തിട്ടു. ഇനി ഇത് ഞാൻ സെലക്ട് ചെയ്തു, ഡാറ്റ 1 സെലക്ട് ചെയ്തു. ഇത് ഞാൻ മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് മൗസിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തു. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇട്ടു. ഇപ്പം കണ്ടോ, ഒരെണ്ണം ക്രിയേറ്റ് ആയത് കണ്ടോ, ഒരു ഷീറ്റ് കണ്ടോ. ഇപ്പം എങ്ങനെയാണ് ഇത് കിടക്കുന്നത്, അതായത് ഞാനിപ്പം ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇട്ടു, പക്ഷേ ഇത് കിടക്കുന്ന ഒരു ഇറഗുലർ മാനറിലല്ലേ കിടക്കുന്നത്, അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതെന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നിങ്ങളിങ്ങനെ ഇത് കണ്ടോ, ഇതിപ്പോൾ എയിൽ മാത്രം, അതായത് എ എന്ന് പറഞ്ഞ കോളത്തിൽ മാത്രമാണ് ഇത് വന്നേക്കുന്നത്, മറ്റേ കോളത്തിലേക്കൊന്നും വന്നിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മളിങ്ങനെ വലിച്ചിടുമ്പോഴേക്കും അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്തിടുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും, അതായത് കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ അലൈൻ ചെയ്യാൻ പറ്റും, എങ്ങനെ അലൈൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുതരാം. ഇപ്പം ഞാനിത് ഇങ്ങനെ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കിങ്ങനെ ഇത് ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തു, അതായത് മൗസിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ആണ് ഇങ്ങനെ ഒറ്റ ഇതായിട്ട് വരുന്നത്. അതായത് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയും, ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചു തരും കേട്ടോ. ഇപ്പം ഒരു ഇങ്ങനെ ഞാൻ തിരുവനന്തപുരം അടിച്ചപ്പോഴേക്കും ഇതെങ്ങനെ വന്നു, എച്ചിലാണ് ഞാൻ ആക്ച്വലി ടൈപ്പ് ചെയ്തത്. പക്ഷേ എനിക്ക് അതിലും കൂടെ കയറി വന്നു, ഇവിടുത്തെ ഗ്യാപ്പിലെ ആ ലൈനും പോയി, അതായത് ആ റോയിൻ്റെ സെപ്പറേഷനും പോയിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഈ എച്ചിൽ തന്നെ ആക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ എനിക്ക് ഇവിടെ പിടിച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. കണ്ടോ,
ഡ്രാഗ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ ഒരു ആരോ കണ്ടോ, കണ്ടോ ഈ ഒരു ആരോ വന്നുണ്ടോ, കണ്ടതേ ആരോ വന്നുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഒരു ആരോ വന്നുണ്ടോ. ഇങ്ങനെ ആരോ വരുമ്പോഴേക്കും ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും തന്നെത്താനെ അത് എച്ച് ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്തോളൂ. കണ്ടോ, അത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, അപ്പം ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഡിസോർഡർ ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം ഞാൻ ഇതുപോലെ ഇങ്ങനെയാണ് കിടന്നിരുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്നു, ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പം എയിലേക്ക് ഒരു ഇതിലേക്കായി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ എ സെലക്ട് ചെയ്തു. കണ്ടോ, എയുടെ മുകളിൽ എ സെലക്ട് ചെയ്തു. ഈ കോളം ഞാൻ സെലക്ട് ചെയ്തു. ചെയ്തിട്ട് എന്താ ചെയ്തേ, ഒരു കീ, അതായത് ഒരു ഷോർട്ട് കീ ആണ്, Alt+A+E. Alt+A+E. ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം നിങ്ങൾക്ക്. Alt+A+E. ഇതാണ് ഷോർട്ട് കീ. ഓക്കെ, അപ്പം ആദ്യം എന്താ ചെയ്യേണ്ടത്, ചുമ്മാ ഷോർട്ട് കീ അടിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് ഈ എ എന്ന് പറഞ്ഞ കോളം ടൈപ്പ് ചെയ്യുക. കോളം ടൈപ്പ് ചെയ്യുക. ഈ എ കോളം ടൈപ്പ് ചെയ്യുക. അതിപ്പം താഴത്തോട്ട് എന്തോരം ആയിക്കോട്ടെ, നിങ്ങൾ എ കോളം സെലക്ട് ചെയ്യുക. Alt+A+E. ഇപ്പം ഇങ്ങനെ വന്നില്ലേ, ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ താഴെ കണ്ടോ, താഴെ നിങ്ങൾക്കിതേ കാണാം, ഇവിടെ വന്നേക്കുന്നുണ്ടോ, കറക്റ്റായിട്ട് ഇവിടെ അലൈൻ ചെയ്ത് വന്നേക്കുന്നുണ്ടോ. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. കണ്ടോ, ഇത് കണ്ടോ ഇത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് ടേബിളായിട്ടല്ലേ വന്നേക്കുന്നത്, കണ്ടോ അല്ലേ. എന്നിട്ട് ഞാൻ ഫിനിഷ് കൊടുത്തു. ഫിനിഷ് കൊടുത്തപ്പോൾ എന്ത് പറ്റി, ഇവിടെ പിന്നെയും ഇങ്ങനെ 2 എണ്ണം അകത്തോട്ട് കയറി വന്നിട്ടുണ്ട്. മനസ്സിലായത്? ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഗ്രാഫിക് ഡിസൈനറും കണ്ടോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സിയുടെ ഇവിടെ കൊണ്ടുവരിക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ, കറക്റ്റ് 3ൽ 3 ആയില്ലേ. കറക്റ്റ് ഈ കോളത്തിൽ നമ്മുടെ ഇത് വന്നു, ഇതിൽ ഏജ് വന്നു, ഇതിൽ ഒക്യുപ്പേഷൻ വന്നു. അപ്പം ഇങ്ങനെയായിരുന്നു കിടന്നിരുന്നത്. നമ്മൾ മറ്റേത് ചെയ്ത് ഓക്കെ ഫിനിഷ് അടിച്ചപ്പോഴേക്കും ഇങ്ങനെയാണ് കിടന്നിരുന്നത്. ഇതിങ്ങനെ കിടക്കുന്നത് എന്തുകൊണ്ടാണ്, ഈ സിയിൽ ഓൾറെഡി ഇപ്പോൾ ടീച്ചറും ഡോക്ടറും ഈ സി കോളത്തിൽ തന്നെയല്ല കിടക്കുന്നത്, ഈ ഒരു സെല്ലിൽ തന്നെയാണല്ലോ കിടക്കുന്നത്. പക്ഷേ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഗ്രാഫിക് ഡിസൈനറും ഒക്യുപ്പേഷൻ്റെ ഈ എന്നിൻ്റെ പകുതിയും പുറത്താണ് കിടക്കുന്നത്. എന്തുകൊണ്ടാണ്? കാര്യം ഇത്രയേ ഉള്ളൂ, സി ഇവിടെ ഈ കോളം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ എന്താ പറയുക, ഇത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കൂട്ടിക്കൊടുത്താൽ മതി, ജസ്റ്റ് നമ്മൾ തിങ്ക് ചെയ്താൽ മതി. ഓക്കെ, ആർക്കും മനസ്സിലാവും അത്. പക്ഷെ ആദ്യം കിടന്നത് അങ്ങനെ അതുകൊണ്ടല്ല, നമ്മൾ എയിലേക്ക് തന്നെയാണ് അസൈൻ ആവുന്നത്. അപ്പോൾ നമ്മൾ അലൈൻ ചെയ്യുമ്പോഴേക്കും, അതായത് Alt+A+E അടിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് ഫിനിഷ് കൊടുക്കുമ്പോഴേ അല്ലെങ്കിൽ അപ്ലൈ കൊടുക്കുമ്പോഴേക്കും നമുക്ക് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ സിയിൽ ക്ലിക്ക് ചെയ്തു, ഇവിടെ 2 ആരോ വന്നു, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ 2 ക്ലിക്ക് ചെയ്തപ്പോഴേക്കും കറക്റ്റ് അലൈനായി. ഇനി നമുക്ക് എന്താ വേണമെങ്കിൽ ഇത് ഹോമിൽ പോവുക. ഇതെനിക്ക് എന്താ സെൻറ്റർ ചെയ്യണമെങ്കിൽ സെൻറ്റർ ചെയ്യാം. സെൻറ്ററിലേക്കായി അല്ലേ, സെൻറ്ററിലേക്കായി വൃത്തിയായില്ലേ ഇപ്പോൾ കുറച്ചുകൂടെ. ഇനി നമുക്ക് എന്താ ഹെഡിങ് നമ്മൾ, അതായത് ഇപ്പം ഈ 1 എന്ന് പറഞ്ഞ റോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് വേറെ കളർ കൊടുക്കാം. അതായത് ഞാൻ ഹെഡിങ് അല്ലേ അത്, അപ്പം ഞാൻ ഹെഡിങ്ങിന് വേറെ കളർ കൊടുത്തു. കണ്ടോ, വേറെ കളർ കൊടുത്തു. പിന്നെന്താ, ഓക്കെ, വേറെ കളർ കൊടുത്തു. പിന്നെ ഇതിപ്പം ഇവിടെ ഒരെണ്ണം വെറുതെ കിടക്കുന്നത് കണ്ടോ, അത് ആ ഡാറ്റയുടെ പ്രശ്നമാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു രണ്ടാമത്തെ ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം ഡിലീറ്റ് കൊടുക്കുക. ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പോകത്തില്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യണ്ടേ, ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് അല്ല, ഈ ഒരു ഇത്രയും പോർഷൻ കണ്ടോ, അതായത് ഈ ഒരു ഇത് സെലക്ട് ചെയ്യുക. ഇതിനകത്ത് നമുക്ക് ഫോർമാറ്റ് സെൽസ് അല്ല, ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട്
ഇവിടെ ഡിലീറ്റ് കണ്ടോ, ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഡാറ്റ പോകും. സോറി, ഡിലീറ്റ് അല്ല, ഈ ഡിലീറ്റ് ഒരു സെക്കൻഡേ. നിങ്ങളിത് നേരെ വലിച്ചത് ഇങ്ങനെ ഇടുക, ഇങ്ങോട്ട് ഇടുക, കണ്ടോ, ഇത് നേരെ വലിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഇടാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു റോ ഇവിടെ വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വേക്കൻ്റ് ആയിട്ടുള്ള റോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്തിട്ട് ഇത് മുകളിലോട്ട് പോകണം. അത് ആ ഡാറ്റയുടെ കുഴപ്പമാണ്. അപ്പോൾ ഈ വേക്കൻ്റ് ആയിട്ടുള്ള റോയ് നിങ്ങൾ മുകളിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ മുകളിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്താ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് ഷിഫ്റ്റ് അടിക്കുക, താഴത്തേക്ക് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇതിങ്ങോട്ട് കയറ്റി വരച്ചിട്ട് ഇടുക. കണ്ടോ, അപ്പോൾ ഇത് മൊത്തത്തിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതായത് ഇതാദ്യം സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക, ഇങ്ങോട്ട് റൈറ്റ് ആരോ കൊടുക്കുക, താഴത്തേക്ക് കൊടുക്കുക. അപ്പോൾ മൊത്തം സെലക്ട് ആയില്ലേ. ഇനി ഇത് ഇവിടെ വരുമ്പോഴേക്കും മാറുന്നതുണ്ടോ, സെലക്ഷൻ വരുന്നുണ്ടോ. ഈ സെലക്ഷൻ എടുത്തിട്ട് നേരെ മുകളിലേക്ക് കൊടുക്കുക. കണ്ടോ, കറക്റ്റായില്ലേ ഇപ്പം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി വേറൊരു എക്സാമ്പിളോട് കാണിച്ചു തരാം. ഇത് ഞാൻ എക്സിറ്റ് അടിച്ചു. ഇനി ഡാറ്റ 2, ഇത് കുറച്ച് വലിയ ഡാറ്റയാണ്. അടുത്തൊരു എക്സാമ്പിൾ, ഇത് കുറച്ച് വലിയ ഡാറ്റയാണ്. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്യുക, നേരെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് ഇടുവാണ്. ഞാൻ പറഞ്ഞ പോലെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് മൗസിൽ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇട്ടു. അപ്പോൾ ഒരു ഇത് ക്രിയേറ്റായി. അപ്പോൾ എന്താ ഇവിടെ പ്രശ്നം, എന്താ, നേരത്തെ പോലെ തന്നെയാണ്. ഇവിടെ പാർട്ടീഷൻ ഒന്നുമില്ല, ഭയങ്കര ഇറഗുലർ ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. നിങ്ങൾ നോക്കിയേ, ഇവിടെ എയിൽ മാത്രമാണ് ഇത്രയും സാധനങ്ങൾ കിടക്കുന്നത്, അല്ലാതെ എയും ബിയും സിയും ഒന്നും തിരിച്ചിട്ടില്ല. ഒറ്റ ഇതിലാണ് കിടക്കുന്നത്. കണ്ടോ, ഒരു വൃത്തിയില്ലല്ലോ, വല്ലാണ്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇത് റെഡിയാക്കാനാണ് ഞാൻ പറഞ്ഞത്. എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ എ സെലക്ട് ചെയ്യുക. അപ്പോൾ ഓൾറെഡി എ സെലക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം സെലക്ട് ആയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പം എയുടെ ഇവിടെ ഞാൻ കൊണ്ടുവന്നു ഡബിൾ ക്ലിക്ക് ചെയ്തു, അതായത് മൗസിൽ 2 ക്ലിക്ക് ചെയ്തു. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോഴേക്കും കണ്ടോ, ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഇതാക്കണം എന്നില്ല. ഓൾറെഡി നമ്മളിത് സെലക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തോ. അതായത് ഇത് 2 ക്ലിക്ക് ചെയ്തു. ഓക്കെ, പിന്നെ ഇവിടെ ഈ ഐറ്റം നമ്പർ കണ്ടോ, ഐറ്റം നമ്പറിന് ഇവിടെ സ്പേസ് ഉണ്ട്. അപ്പം ഇപ്പം ഞാൻ കാണിച്ചു തരാം. ആദ്യമേ നമ്മൾ എ സെലക്ട് ചെയ്തു, Alt+A+E വന്നു, നെക്സ്റ്റ് കൊടുത്തു. ഇതിവിടെ ഈ ഐറ്റം നമ്പറിൻ്റെ ഇടയ്ക്ക് കണ്ടോ ഒരു ഗ്യാപ്പ്. അതായത് ഈ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഈ നമ്പർ മാത്രം ഒരു ഹെഡിങ് ആയിട്ടാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ. അതുകൊണ്ടാണ് ഐറ്റം വേറെ ആയിട്ട് കിടക്കുന്നത്. കണ്ടോ, ഐറ്റം വേറെ ആയിട്ട് കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഐറ്റം വേറൊരു സെല്ലിൽ കിടക്കും, നമ്പറിൻ്റെ മാത്രം അടിയിൽ ഇങ്ങനെ കിടക്കും. അതായത് ഇവിടെ കാണുന്ന പോലെ കിടക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ നേരെ എന്താ ചെയ്യണ്ടേ, ഇതിങ്ങോട്ട് മാറ്റി കൊടുക്കുക. കണ്ടോ, ഇതിങ്ങോട്ട് മാറ്റി കൊടുക്കുക. കൊടുക്കുമ്പോൾ ഇപ്പോൾ ഐറ്റം നമ്പർ കാറ്റഗറിയുടെ ഇവിടെ ഇച്ചിരി ഇതിങ്ങോട്ട് കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം. ഇത് കുറച്ചുകൂടി ഇങ്ങോട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇനി ബാക്കി കുറച്ച് അങ്ങോട്ടുണ്ട്. ഇതെല്ലാം കറക്റ്റായിട്ടാണ് കിടക്കുന്നത് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് കൊടുത്തേക്കുക. ഇപ്പോൾ കണ്ടോ, വന്നാണ്ടോ, ഇതെന്താ ഇങ്ങനെ കിടക്കുന്നത്, എന്തുകൊണ്ടാണ്, നമ്മുടെ എ ഇത്രയും വലുതാക്കി ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. നിങ്ങളിത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇതെല്ലാം അതുപോലെ കിടക്കുകയാണ്. കണ്ടോ, ഞാൻ 2 ക്ലിക്ക് ചെയ്യുന്നു, 2 ക്ലിക്ക് മൗസിൽ ലെഫ്റ്റ് ക്ലിക്ക് 2 ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് കിട്ടും. മനസ്സിലായില്ലേ. ഓക്കെ, ഇനി എന്താ, ഇനി നമുക്ക് ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ ഇത് ഞാൻ സെലക്ട് ചെയ്തു. ഹോമിൽ എനിക്ക് ഒരു കളർ കൊടുക്കണം. ഞാനൊരു കളർ കൊടുക്കുകയാണ്. കളർ കൊടുത്തു. എന്താ, എനിക്കിതൊന്ന് ബാക്കിയെല്ലാം ഇതെല്ലാം ഒന്ന് സെൻറ്റർ ആക്കണം. അപ്പം ഞാൻ ഷിഫ്റ്റ് എല്ലാം സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, സെൻറ്റർ ആക്കി. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇനി ഞാൻ ജസ്റ്റ് നമ്മുടെ ഹെഡേഴ്സ് എല്ലാം ഞാൻ ബോൾഡിൽ കൊടുത്തു. ഇപ്പം എങ്ങനെയുണ്ട്, വൃത്തിയായില്ലേ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
നിങ്ങൾക്ക് ഒന്നുകൂടെ എല്ലാം സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ ബോട്ടം ബോർഡർ കണ്ടോ, ബോർഡർ കണ്ടോ, ബോർഡേഴ്സിനകത്ത് നിങ്ങൾക്ക് എന്താ ഓൾ ബോർഡേഴ്സ് കണ്ടോ, ഓൾ ബോർഡേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടേബിളായിട്ട് കിട്ടും. ഇപ്പോൾ ഇവിടെ ഡി പിന്നെയും ഇവിടെ നല്ല കറക്റ്റായിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് വേണമെങ്കിൽ വലിച്ചിടാം. കണ്ടോ, ഒരു സ്പേഷ്യസ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് വൃത്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ വേണമെങ്കിൽ ഡ്രാഗ് ചെയ്തിടാം. ഇപ്പം എങ്ങനെ ഇരുന്ന ടേബിളാണിത്, നമുക്ക് ഇങ്ങനെ ആയി കണ്ടോ, നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടിയില്ലേ ടേബിള്. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് നമ്മുടെ എക്സലിലേക്ക് നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ ഇടാൻ പറ്റും. ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ Alt+A+E ആണ് അതിൻ്റെ ഷോർട്ട് കീ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇതിൽ ജസ്റ്റ് ഞാനിങ്ങനെ ഷോർട്ട് കീസും ഇതെല്ലാം പറയുമ്പോഴേക്കും നിങ്ങൾ ഞാൻ മാക്സിമം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുക, അതായത് ബുക്കിൽ നോട്ട് ചെയ്യുക. ഷോർട്ട് കീസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് മാത്രം ഷോർട്ട് കീസ് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഏത് ക്ലാസ് ആണോ ആ ക്ലാസ് എഴുതിയിട്ട് ഷോർട്ട് കീ ഇന്ന ഷോർട്ട് കീ Alt+A+E. എന്നിട്ട് അത് എന്തിനാണ്, അത് അലൈൻമെൻറ്റ്, അതായത് ടേബിൾ അലൈൻമെൻ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പിന്നീട് നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിൽ ഏതെങ്കിലും നോട്ട് ചെയ്തിടുക. അങ്ങനെ ഏതെങ്കിലും ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾ നോട്ട് ചെയ്തിടണം. ഓക്കെ, അല്ലെങ്കിൽ ഇത്രാമത്തെ ക്ലാസ്സിൽ ആ ക്ലാസ്സിൻ്റെ ഹെഡിങ് എഴുതിയിട്ട് നിങ്ങൾ ആ ഷോർട്ട് കീ എന്നിട്ട് നിങ്ങൾ ഷോർട്ട് കീ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്താ നോക്കാൻ പോകുന്നത്, വേറൊരു ടോപ്പിക്, അതായത് എക്സലിൽ തന്നെ വേറൊരു ടോപ്പിക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്നുകൂടെ വീഡിയോ ഒന്ന് എടുത്ത് കാണുക, റീവൈൻഡ് ചെയ്തൊന്ന് കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലിയർ ആവും. നമ്മൾ ജസ്റ്റ് ബേസിക് കാര്യങ്ങളാണ് ഇന്നും പറഞ്ഞ് കവർ ചെയ്ത് പോയത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കുറച്ച് വെച്ചായിട്ട് നമുക്ക് തീർത്ത് പോവാം. അല്ലാതെ ഒരു ക്ലാസ്സിൽ തന്നെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ആദ്യമേ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഉടനെ തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് കുറച്ച് ഫോർമുലാസും കാര്യങ്ങളും അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ കേട്ടിരിക്കാൻ കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അതായത് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് ഇതിനകത്ത് ചെയ്യാനായിട്ട്. ഇതിനകത്ത് സെർച്ച് ബോക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ സെർച്ച് ബോക്സ് നമ്മൾ സാധാരണ ഇങ്ങനെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യത്തില്ലേ, അതുപോലെ സെർച്ച് ബോക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് സെർച്ച് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും ഡാറ്റാസ്. അങ്ങനത്തെ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട് എക്സലിനകത്ത്. അപ്പോൾ കുറേ പേർക്കൊന്നും അറിയില്ല, മിക്കവർക്കും അറിയണ്ടാവില്ല, അറിയാത്തവരാണല്ലോ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കക്കാർക്കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൂടെ കവർ ചെയ്ത് പോകുന്നത്. അപ്പം നമുക്ക് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.